ഡയലോഗ് പറഞ്ഞ് അവൾ ആ ബുക്ക് തിരിച്ചു കൊടുത്തു പോകുന്നുണ്ട്. മലയാളം അറിയാത്തത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ പോലും എനിക്ക് അത് അറിയുന്നില്ല എന്ന് അവൻ പറയുന്നു. ആരാണ് നിന്നെ ചീത്ത പറഞ്ഞത് എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്. ലതികയാണോ എന്നും ചോദിക്കുന്നു. ഏയ് അവൾ ഒന്നുമല്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നു, നിനക്ക് അവളോട് ഇഷ്ടമാണോ എന്ന്, നിനക്കത് പറഞ്ഞുകൂടെ എന്നും. അത് ഞാൻ നോട്ട്ബുക്കിൽ എഴുതിയത് അവൾ കണ്ടു എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും അവർ രണ്ടാളും ഒറ്റക്കാകുകയും അവൻ നോക്കുമ്പോഴെല്ലാം അവൾ എനിക്ക് എന്ന് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നുവോ, നിങ്ങളുടെ മുമ്പിൽ സ്നേഹം കൊണ്ട് ഞാൻ അലച്ച് ഓടി വരുന്നുവോ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പ്രേമം തോന്നുകയുള്ളൂ എന്ന് അവൾ മലയാളത്തിൽ മാസ് ഡയലോഗ് പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാവാതെ അവൻ ചിരിച്ചുകൊണ്ട് മണ്ടനെ പോലെ നിൽക്കുന്നു. ഒരിക്കൽ ആ കൂട്ടുകാരൻ അവന് ഒരു ടേപ്പ് റെക്കോർഡ് കൊടുക്കുകയും അവൾ പറയുന്നത് എന്താണ് എന്ന് റെക്കോർഡ് ചെയ്യാൻ പറയുകയും ചെയ്യും. ഈ മാസ് ഡയലോഗ് കേട്ട് അവൻ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവൻ സന്തോഷത്തോടു കൂടെ ഓടി അത് കൂട്ടുകാരന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അതിൽ കാസറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കൂട്ടുകാരന്റെ മുമ്പിൽ ചമ്മി നിൽക്കുന്നു. അവൾക്ക് അവനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അവൾ അവനെ നോക്കി നിൽക്കുകയും ഒന്നും പറയാനൊന്നും പറ്റാതെ മിണ്ടാതെ നാണത്തോടെ മാറിപ്പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അവൾ അവനോട് വന്നു പറയും, സെന്തിൽ, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ഞാൻ നിന്നെ എപ്പോഴും സ്വപ്നം കാണാറുണ്ടെന്നും എനിക്ക് നീയില്ലാതെ പറ്റുന്നില്ല എന്നും അവൾ നാണത്തോടെ പറയുന്നു. അവൾ ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അവന്റെ കൂട്ടുകാരൻ വന്നു പറയുന്നു, ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി, ഇതാണല്ലേ അവൾ ഇത്രയും നാളും പറഞ്ഞിരുന്നത് എന്നും ആ കൂട്ടുകാരൻ അവനെ തമിഴിൽ അവൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അവൻ ഒരു തമിഴ് പെൺകുട്ടിയെ കാണുന്നു. അപ്പോൾ അവൻ അവളോട് പറയുന്നു, അത് തമിഴ്നാട്ടിലെ പെൺകുട്ടിയാണെന്നും അപ്പോൾ എങ്ങനെ മനസ്സിലായി എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. മൂക്കുത്തി ഇട്ടിട്ടുണ്ട് എന്നും തമിഴ്നാട്ടിലെ പെൺകുട്ടികളുടെ ഭംഗി മൂക്കുത്തിയാണെന്നും ലതികയ്ക്കും നന്നായി ചേരുമെന്നും അവൻ പറയുന്നുണ്ട്. പിറ്റേ ദിവസം അവൾ മൂക്കും കുത്തി ചോരയോടുകൂടെ അവന്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ അവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ച് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവർ അങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയും ആ ചോര പുരണ്ട ടവൽ അവൻ കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുമുണ്ടായിരുന്നു. ലതികയുടെ അമ്മാവന്റെ മകൻ ഇതെല്ലാം നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അവൻ വീട്ടിലെത്തുകയും വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ വന്നു പറയുന്നു, തമ്പുരാൻ നിന്നെ വിളിക്കുന്നുണ്ടെന്നും ഉടനെ അങ്ങോട്ട് ചെല്ലാനും അച്ഛൻ പറയുന്നു. ഇത് കേട്ട് ഓടി അവൻ ലതികയുടെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ അവൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ പിന്നീട് അവിടെ റൊമാൻസിലിരിക്കുകയും അവനെ വീണ വീട്ടാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവിടുത്തെ വേലക്കാരി നിൽക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം തൊട്ട് ലതികയെ അവൻ കാണുന്നുണ്ടായിരുന്നില്ല. കുറെ ദിവസങ്ങൾ കാത്തിരുന്നിട്ടും അവൾ ആ വഴി പോയതേ ഇല്ല. ഒരു ദിവസം പെട്ടെന്ന് കുറെ ഗുണ്ടകൾ വന്ന് പോസ്റ്റ് ഓഫീസിൽ അച്ഛനോട് അടിയുണ്ടാക്കുകയും പോസ്റ്റ് ഓഫീസ് ഇന്ന് അവധിയാണെന്നും ഇനി വേറെ പോസ്റ്റ് മാസ്റ്റർ വരുന്നത് വരെ ഇത് തുറക്കില്ല എന്നും പറഞ്ഞ് അവനെ കുറെ തല്ലുന്നുണ്ട്. അപ്പോൾ സെന്തിൽ ഓടി വന്ന് ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ഗുണ്ടകളെല്ലാം അവനെ അടിച്ചിടുകയും അവന്റെ പിന്നിലൂടെ വന്ന് ഒരു ഗുണ്ട തല്ലി ബോധം കെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത് കണ്ട് അപ്പ പറയുന്നു, ഉപദ്രവിക്കരുത്, ഞങ്ങൾ പൊയ്ക്കോളാമെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഒരു വഞ്ചിയിൽ കുറെ സാധനങ്ങളുമായി അമ്മയും അച്ഛനും സെന്തിലും കൂടെ ദൂരേക്ക് യാത്രയാകുന്നതാണ്. അവന്റെ തലയിൽ ചോര പുരണ്ട കെട്ടുമുണ്ട്. അതിനിടയിൽ ലതികയെ മാധവൻ എന്ന അമ്മാവന്റെ മകൻ വിവാഹം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഓർത്ത് അവൻ ബോട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് കാണാൻ ഒന്ന് സബ് ചെയ്യാൻ മറന്നേക്കല്ലേ.